നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫലാരൂപതയുടെ ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന അനുഗ്രഹം ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കുടുംബങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ഈ ഒരു ദിവസം വ്യാപരിക്കുക. കുടുംബ കൂട്ടായ്മകൾ സജീവമാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ അതിനു മുമ്പേ സജീവമാകേണ്ടത് കുടുംബങ്ങളിലുള്ള കൂട്ടായ്മയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ചിന്തിച്ചു. ആ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളിലെ വ്യക്തികൾ തമ്മിൽ അകലുന്ന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളുടെ ഡൈവോഴ്സിലെത്തിക്കുന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് സുവിശേഷത്തിൽ അതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈശോ പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുക. ഫരിസേയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ ഫരിസേയരോട് പറയുന്നു, വിവാഹമോചനം നേടാൻ നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് മോശ തന്നു എന്നത് ശരിയാണ്. പക്ഷെ അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ്. ഒരു ചരിത്രമുണ്ട്. അതായത് നമുക്കറിയാം, മനുഷ്യന് ഈ ചരിത്രങ്ങളിലൂടെ കാലങ്ങളിലൂടെ മുന്നോട്ട് യാത്ര ചെയ്താണ് അവൻ പോളിഷ്ഡ് ആകുന്നത്. അപ്പോൾ ഈ തിരുവചനം എഴുതുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മോശ ഇസ്രായേൽ ജനത്തെ നയിച്ച കാലഘട്ടങ്ങളിൽ അവർ വളരെ കിരാതരായ മനുഷ്യരാണ്. പെട്ടെന്ന് മുറി രണ്ട് എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അവർ വളരെ പെട്ടെന്ന് കോപിതരാകുന്നവരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ആരെയും കയറി ആക്രമിക്കുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്ന ചില അസ്വാസ്ഥ്യങ്ങളെ നോക്കിയിട്ടാവാം മോശ അങ്ങനെ അവർക്ക് വേണ്ടി എഴുതിയത്. അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. അപ്പോൾ ഒരുവൻ മറ്റൊരുവനെ ഉപദ്രവിച്ച് അവൻ്റെ കണ്ണിന് പരിക്ക് പറ്റിച്ചാൽ ഈ പരിക്ക് പറ്റിയവൻ മറ്റവനെ കൊന്നുകളയുന്ന ഒരു സംസ്കാരമാണ് അവിടെ നിലനിന്നത്. ഒരുവൻ്റെ പല്ല് ആക്രമണത്തിനിടയിൽ തകരാനിടയായാൽ, അല്ലെങ്കിൽ പറഞ്ഞു പോകാനിടയായാൽ പകരം മറ്റവനെ കൊല്ലുന്ന ഒരു സംസ്കാരമാണ് അവിടെ നിലനിന്നത്. അതുകൊണ്ട് മോശ പറഞ്ഞു, അത്രയും വേണ്ട, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അത് മതി. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പുരുഷ ബന്ധവുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ നിലനിന്നിരുന്നു. അതായത് പുരുഷന് സ്ത്രീയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവളെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ നിയമം. മോശ പറഞ്ഞു, അത്രയും പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. നിനക്ക് അവളുമായി ഒന്നിച്ച് ജീവിക്കാൻ സാധ്യമല്ലെങ്കിൽ നീ അവളുടെ വഴിക്ക് വിട്ടേക്കൂ, അവൾ സ്വതന്ത്രമായി അവൾ പോയി ജീവിച്ചു കൊള്ളട്ടെ. ഇതാണ് അന്ന് മോശ ഇവർക്ക് വേണ്ടി എഴുതുന്നതിൻ്റെ ഒരു കാരണം എന്ന് ഈശോ പറയുകയാണ്. നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ് ഇതിന് കാരണം. എന്നിട്ട് ഈശോ തുടർന്ന് പറയുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ നിയമം മോശ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ഈശോ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ കിരാത സ്വഭാവം കൊണ്ട് അന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രിവിലേജ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നം അതല്ല. ദൈവത്തിൻ്റെ സ്വപ്നം കുടുംബം എന്നുള്ളത് ദൈവം സ്ഥാപിച്ചതാണ്, ദൈവം വസിക്കേണ്ടതാണ് അതിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ഇത് അന്ത്യം വരെ നിലനിൽക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ് വിവാഹം എന്ന ബന്ധമെന്നാണ് ഈശോ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈശോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ കുറെ കൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഹൃദയ കാഠിന്യം കൊണ്ടല്ല കുടുംബം മുന്നോട്ട് പോകേണ്ടത്, ഹൃദയ ആർജവത്വം കൊണ്ടാണ്. അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും ഒക്കെ ഒരു ഭാവം ഉൾക്കൊള്ളുമ്പോഴാണ് ആ കുടുംബം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിളതലമായിട്ട് മാറുന്നതെന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം ഇതാണ്. കുടുംബങ്ങൾ തകരുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൃദയ കാഠിന്യമാണ്. ഇനി ഹൃദയ കാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാനതിനെ 2 കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയും. ഒന്നാമത്തേത്, ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത്
എന്താണ് ഒരു വിവാഹം സ്ഥാപിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നിട്ടും അത് നിഷ്കരണം മറന്നു കളയുന്നതാണ്, ബോധപൂർവമായ മറക്കലാണ്. കാരണം രഹസ്യ വിവാഹം നടക്കുമ്പോൾ അതിൻ്റെ അനന്യതയെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക. അത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനാണ് വിവാഹം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നൽകുന്ന മക്കളെ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി അവരെ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തിരിച്ചറിവ് ബോധപൂർവം മറന്നു കളയുന്നതാണ് ഹൃദയകാഠിന്യത്തിൻ്റെ ഒരു വശം. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നതാണ് ഹൃദയകാഠിന്യം. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, എന്നെയാണ് നീ അനുസരിക്കേണ്ടത്, എന്നെയാണ് നീ അനുസരിക്കേണ്ടത് പരസ്പരം പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഹൃദയകാഠിന്യം തന്നെയാണ്. അവിടെ ഉണ്ടാകുന്നത് കുടുംബങ്ങളുടെ തകർച്ചയാണ് എന്ന് തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്നില്ല. അതായത് വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു എന്നാണ് മലവാക്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന് 16-ാം തിരുവചനത്തിൽ ദൈവം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയ കാഠിന്യമല്ല ഹൃദയ ആർജവത്വം, ഇതാണ് കുടുംബങ്ങളെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ഓരോ കുടുംബങ്ങളും ഈ താൻ പോരുമയിൽ അല്ലെങ്കിൽ തൻ്റെ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കുടുംബങ്ങളും അങ്ങനെ മരണം വരെ നീണ്ടു നിൽക്കുന്ന നല്ല കുടുംബങ്ങളായി മാറാനായിട്ട് ഈ ജൂബിലി വർഷത്തിൽ അതിനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കണം. അത് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമ്മൾ പിന്നീടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.